നമസ്കാരം. ചെങ്കോട്ട സ്ഫോടനത്തിന് തിരിച്ചടി നൽകാൻ ഒരുങ്ങി ഇന്ത്യ. പാക് അതിർത്തി മേഖലയിലേക്ക് ഇന്ത്യയുടെ സൈനിക വിന്യാസം നടക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് തന്നെയാണ് ഏറ്റവും നിർണായകമായ വിവരം പുറത്തുവിട്ടത്. പാകിസ്ഥാനിലെ ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ്, അഭിമുഖത്തിലാണ് ഇന്ത്യ അതിർത്തിയിലേക്ക് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ പറപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും ഇന്ത്യയുടെ റഫാൽ അടക്കമുള്ള ഫൈറ്റർ ജെറ്റുകൾ ഏത് നിമിഷവും പാകിസ്ഥാൻ അതിർത്തി കടക്കാൻ സാധ്യതയുണ്ടെന്നും ഖാജ ആസിഫ് പറഞ്ഞത്. ഇതിനു പകരമായി പാകിസ്ഥാന്റെ സൈന്യം ഇന്ത്യ അതിർത്തിയിലേക്ക് നീങ്ങുന്നുവെന്നുള്ള സൂചനകളും ഖാജ ആസിഫ് നൽകിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭയപ്പാട് പാകിസ്ഥാൻ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ മണ്ണിലേക്ക് ഏത് നിമിഷവും ഇന്ത്യയുടെ ഒരു വ്യോമാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യ നടത്തുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ ഇതാണ് വ്യക്തമാക്കുന്നത്. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദി ആരാണെങ്കിലും ആ ഉത്തരവാദികൾക്കെതിരെ ഇന്ത്യയുടെ അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാനിലേക്ക് ഉണ്ടാകുമെന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ പടപ്പുറപ്പാട് നടത്തുകയാണ്. ഇന്ത്യയുടെ സൈനിക ബേസുകളിൽ, വ്യോമസേന സ്ഥാവളങ്ങളിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു. ഇന്ത്യയുടെ റഫേലും മിറാഷ് അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ തന്നെ, ഏറ്റവും അടുത്ത സമയത്ത് തന്നെ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് പറക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു. ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ ഇന്ത്യ കൂടുതൽ സജ്ജമാക്കിയിരിക്കുന്നു. അതിനേക്കാൾ ഉപരി ഇന്ത്യയുടെ രുദ്ര എന്ന ബ്രിഗേഡിനെ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുകയാണ്. ഇന്ത്യ എല്ലാ തരത്തിലുള്ള കര, നാവിക, വ്യോമസേനാ വിഭാഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഏറ്റവും ആധുനികമായ ഒരു പടപ്പുറപ്പാടാണ് രുദ്ര ബ്രിഗേഡ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ശത്രുവിനെ കര, വ്യോമ, നാവിക മാർഗങ്ങളിലൂടെ ആക്രമിക്കാനുള്ള കരുത്താണ് രുദ്ര ബ്രിഗേഡിന്റെ ഏറ്റവും വലിയ സവിശേഷത. അടുത്തിടെ ഇന്ത്യ നടത്തിയ തൃശൂൽ സായുധ പരീക്ഷണത്തിന്റെ സമയത്താണ് രുദ്രയുടെ കരുത്ത് ലോകമറിഞ്ഞത്. രുദ്രയുടെ കരുത്ത് രാജ്യം തന്നെ തിരിച്ചറിഞ്ഞത്. രുദ്ര ബ്രിഗേഡിനെ ഇന്ത്യ അതിർത്തികളിലേക്ക് വിന്യസിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ഒരേ സമയം പാകിസ്ഥാനിലെ ശത്രു കേന്ദ്രങ്ങളിലേക്ക് ആകാശമാർഗവും കരമാർഗവും അതുപോലെ തന്നെ കടൽ മാർഗവും ആക്രമണം നടത്തി മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്കുമകം തിരികെ ഇന്ത്യയിലേക്ക് എത്താനുള്ള കരുത്താണ് രുദ്ര ബ്രിഗേഡിനെ വ്യത്യസ്തമാക്കുന്നത്. രുദ്ര ബ്രിഗേഡിന്റെ ആദ്യ പരീക്ഷണമാകുമോ പാകിസ്ഥാനിലേക്കുള്ള ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും പാകിസ്ഥാൻ ഭയക്കുകയാണ്. പാകിസ്ഥാൻ ഭയന്ന് നിലവിളിക്കുകയാണ്. ഇന്ത്യയുടെ ആക്രമണം, ഇന്ത്യ വ്യോമമാർഗം പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ ഇപ്പോൾ പറയുകയാണ്, ഇന്ത്യ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്, ഞങ്ങൾക്ക് അതിന്റെ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ റഫേലിനെയും മിറാഷിനെയും മിഗിനെയും ഒക്കെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ അതിർത്തി ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ മറികടക്കാമെന്ന ഭയപ്പാടോടുകൂടി നിലവിളിക്കുകയാണ് പാകിസ്ഥാന്റെ ഭരണകൂടം.